അബ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 100 വർഷത്തെ വിശ്വാസ ജീവിതം നാം ഏകദേശം ഒരു 8-9 ആഴ്ചകൾ കൊണ്ട് പഠിക്കുകയാണ്. 14 ലെസൺസായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലെ അവസാനത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനം ഇന്ന് നാം നടത്തുകയാണ്. ദ ലാസ്റ്റ് ലെസൺ ഓൺ ദ ലൈഫ് ഓഫ് ഏബ്രഹാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏകദേശം 14 അധ്യായങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവപുരുഷന് വേണ്ടി ദൈവം തമ്പുരാൻ വേർതിരിച്ചു വെച്ചു. ഏറ്റവും അധികം യോസേപ്പിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ തന്നെ വളരെയധികം അധ്യായങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം നമുക്കെല്ലാം മാതൃകയായി ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി രേഖപ്പെടുത്തി. 23-ാമത്തെ അധ്യായത്തിൽ നാം ചില കാര്യങ്ങൾ സാറായുടെ മരണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ഇതിൻ്റെ അവസാന ഭാഗമായപ്പോൾ ഇൻ്റർനെറ്റ് കട്ടായിപ്പോയി. അതിൻ്റെ അവസാന ഭാഗം സമയമുള്ളപ്പോൾ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ദൈവം അനുവദിച്ചാൽ അതൊന്ന് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കും. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ശവകുടീരം ഒരുക്കിയപ്പോൾ, ഒരു ഗുഹ അന്വേഷിച്ചപ്പോൾ, ഒരു ശ്മശാനം അന്വേഷിച്ചപ്പോൾ തനിക്കുള്ള സ്വാധീനം നിമിത്തം ദേശക്കാർ അത് സൗജന്യമായി നൽകാൻ ആഗ്രഹിച്ചു. അതിനുള്ള തെരഞ്ഞെടുപ്പിനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തു. എന്നാൽ അവിടെ എത്ര മാന്യമായി ഒരു വിശ്വാസി ഇടപെടുന്നു എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ദൂതാണ്. ഡീസൻറ്റ് ഹാൻഡ്ലിങ് ഓഫ് സിറ്റുവേഷൻ. ജീവിതത്തിലെ ഓരോ സാഹചര്യമൊക്കെ വരുമ്പോഴേ വിശ്വാസ ജീവിതം അവിടെ പ്രതിഫലിക്കണമല്ലോ. വളരെ മാന്യനായി തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖസമയത്ത് അവരുടെ സിമ്പതി വരുമ്പോൾ അത് തനിക്ക് ആദായമായി എടുക്കാവുന്നൊരു നല്ല അവസരമാണ്. കാരണം താൻ ദുഃഖിച്ചിരിക്കുകയല്ലയോ. രണ്ടാമത് തനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പദവി, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. അപ്പോൾ ഇത്രയും സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് സ്വാധീനമൊക്കെ ലഭിക്കുമ്പോൾ സ്വാധീനം നമ്മുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുമല്ലോ. അബ്രഹാം അത് ഉപയോഗിച്ചില്ല. മുഴുവിലയും കൊടുത്ത് തമ്മിലുള്ള ഇടപാടിൽ ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. വളരെ വിനയത്തോടെ, വെരി ഹംബിൾ ഇൻ ഡീലിങ്സ്. അത് അനുഗ്രഹിക്കപ്പെട്ടൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുക. ഇന്ന് അബ്രഹാമിൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ജീവിതാന്ത്യം മാത്രമല്ല, അദ്ദേഹം ഇട്ടിട്ട് പോയ വലിയ ഒരു ലെഗസി, ഇട്ടിട്ട് പോയ ഒരു അനുഗ്രഹം, ഒരു നിധി നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം വാസ്തവത്തിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 35 വർഷത്തെ അനുഭവങ്ങളാണ് എന്നാണ് പഠിതാക്കൾ പറയുന്നത്. 127-ാമത്തെ വയസ്സിലാണ് സാറ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടത്. അപ്പോൾ അബ്രഹാമിന് 137 വയസ്സുണ്ട്. ഇപ്പോൾ അബ്രഹാം 175-ാമത്തെ വയസ്സിലാണ് നിത്യതയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം 38 സംവത്സരങ്ങൾ സാറായുടെ ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിൽ അബ്രഹാം ചെലവിട്ടു. അതിലൊരു ഭാഗം തൻ്റെ മകൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ പോകുന്നുണ്ട്. 25-ാമത്തെ അധ്യായം ഏകദേശം 35 വർഷത്തെ ചരിത്രമാണ്. ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അവിടെ വലിയ അനുഭവങ്ങൾ, അബ്രഹാമിന് വലിയ അത്ഭുതകരമായ അനുഭവങ്ങൾ, ദൈവമഹത്വത്തിൻ്റെ പ്രത്യക്ഷത മുതൽ തൻ്റെ യാഗത്തെ ദൈവം സ്വീകരിച്ച് തന്നോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളും, ഗോഡ്സ് ഫേവർ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ 35 വർഷക്കാലത്ത്
തനിക്ക് അങ്ങനെയുള്ള വലിയ അനുഭവങ്ങളൊന്നുമില്ല, വലിയ പ്രത്യക്ഷതകളുണ്ടായി എന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ അനേക ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു വന്നിട്ട് അവസാന നാളുകളിൽ പഴയതുപോലെയുള്ളതൊന്നും നടക്കുന്നില്ലല്ലോ. അത് മുമ്പോട്ട് പോകുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ വടികളിലേക്ക് ചവിട്ടിയിട്ടുള്ളവർക്കെല്ലാം ചെറുതായിട്ടെങ്കിലും ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വി ഹാഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ബിഫോർ, ബട്ട് നൗ ഇറ്റ് ഹാസ് ബിക്കം ഓർഡിനറി ഡേയ്സ്. മാത്യു ഹെൻറി എന്ന് പറയുന്ന ദൈവദാസൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് മെൻ ആർ നോട്ട്, അതായത് ഓൾ ദ ഡേയ്സ് ഓഫ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് മെൻ, അങ്ങനെ പറയുന്നതാണ് നല്ലത്. ലോകത്തിലേക്കും വലിയ പ്രസിദ്ധന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളും ആർ നോട്ട് എമിനൻ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ ദിവസങ്ങളല്ല. എല്ലാ ദിവസങ്ങളും അതിശ്രേഷ്ഠമായ ദിവസങ്ങളല്ല. സാധാരണ ദിവസങ്ങൾ കൂടെ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കും. അത് പ്രത്യേകിച്ച് നാം വാർദ്ധക്യത്തിലേക്ക് നമ്മുടെ ചുവടുകൾ വയ്ക്കുമ്പോൾ. എന്നാൽ അബ്രഹാം അതൊക്കെ വളരെ അനുഗ്രഹകരമായി അഭിമുഖീകരിച്ചു. അവിടെ നമുക്കത് കാണാനായിട്ട് കഴിയും. നോക്കിക്കാട്ടെ, അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് 7-ാമത്തെ വാക്യത്തിൽ 175 സംവത്സരം, 175 years. അതിൽ നമുക്ക് ലഭിക്കുന്നൊരു പ്രത്യേക നമ്പറുണ്ട്. അതായത് 75 വയസ്സായപ്പോഴാണ് വിശ്വാസ ജീവിതം ആരംഭിച്ചത്, 75 years. ഇപ്പോൾ 175 അവസാനിക്കുമ്പോൾ 100 വർഷം, ഒരു സെഞ്ച്വറി വിശ്വാസ ജീവിതം നയിച്ച ദൈവഭക്തൻ. അപ്പോൾ എത്ര നാളായി വിശ്വാസ ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ പറയും 7 10 30. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും 100 years ഓഫ് ലൈഫ് ഓഫ് ഫെയ്ത്ത്. അതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാനായിട്ട് സാധ്യമായി. കണക്ക് കൂട്ടുന്നവർ പറയുന്നത് തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ കാണാൻ അബ്രഹാമിന് ഇടയായി. അബ്രഹാമിന് ഒരു വാഗ്ദത്തം മുൻകൂർ ലഭിച്ചിരുന്നു. ഉൽപ്പത്തി 15:15, നീയോ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും. അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്ത അധ്യായമാണ് 15-ാമത്തെ അധ്യായം. നമ്മൾ ആ ഭാഗമൊക്കെ പഠിച്ചു. ആ ഉടമ്പടി ചെയ്ത സമയത്ത് ദൈവം തമ്പുരാൻ വിശ്വാസ ജീവിതം നയിക്കുന്ന ഭക്തന് കൊടുത്തൊരു ഉറപ്പ്. ഇത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ഗോഡ് ഗേവ് ഹിം എ പ്രോമിസ്, നീ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ആ പ്രോമിസാണ് ഈ 175-ാമത്തെ വയസ്സിൽ തമ്പുരാൻ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് എത്ര വിശ്വസ്തമായി അത് പൂർത്തീകരിക്കുമെന്നുള്ളത് നാം ഓർക്കണം. ഇനി നോക്കിക്കാട്ടെ, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ മരണസമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ. 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല പ്രായത്തിൽ അന്തരിച്ചു എന്ന് പറയുന്നതാണ് നമ്മുടെ സാധാരണ ശൈലി. നല്ല പ്രായത്തിലാണ്. എന്നാൽ അതല്ല പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. വാർദ്ധക്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹമായി തന്നിരിക്കുന്നതാണ്. വാർദ്ധക്യത്തെക്കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കുന്നത് ഒരു കഷ്ടകാലം പോലെയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക്, ഡിഫിക്കൽട്ട് ഡേയ്സ്.
പക്ഷേ ഒരു ദൈവവൈതലിന് അങ്ങനെ അല്ലെന്നാണ്. വേദനയുടെ നാളുകളായിരിക്കാം കേട്ടോ, എന്ന് പറഞ്ഞാൽ ശാരീരികമായ പരിമിതി, ചുറ്റുപാടിലുള്ള പരിമിതിയൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് യെറ്റ് ദോസ് ആർ ടു ബി ഗോൾഡൻ ഇയേഴ്സ്. അത് ദൈവം നമുക്ക് തരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നോക്കിക്കാട്ടെ ആ വാക്കും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ. അപ്പോൾ പ്രായമായി എന്നുള്ളത് അവിടെ കാലസമ്പൂർണൻ, ഫുൾനെസ് ഓഫ് ഏജ്. അതായത് അതിനെക്കുറിച്ച് ഇപ്രകാരമാണ്, അതായത് സംതൃപ്തിയോടെ. അപ്പോൾ സംതൃപ്തിയുള്ളൊരു ജീവിതം, ഫുൾനെസ്, സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്. ആ വാക്കുകൾക്ക് കാലസമ്പൂർണത എന്നുള്ള എബ്രായ പദത്തിന് വ്യാഖ്യാനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംതൃപ്തിയോടുകൂടെ. വാർദ്ധക്യത്തിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് സംതൃപ്തി ഇല്ലായ്മ. എന്നാൽ ദൈവഭക്തന് ദൈവം കൊടുത്തത് സംതൃപ്തി. എത്ര മനോഹരമാണ്. ഗ്രംപി ഓൾഡ് മാൻ എന്ന് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ചിലപ്പോൾ വാർദ്ധക്യത്തിലുള്ളവരെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കാറുണ്ട്. അതായത് പരാതി പറഞ്ഞ് വെറുതെയിരിക്കുന്ന വാർദ്ധക്യത്തിലിരിക്കുന്ന മനുഷ്യൻ. അങ്ങനല്ല, സാറ്റിസ്ഫൈഡ് മാൻ. ദൈവം അത് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് നല്ല വാർദ്ധക്യത്തിൽ. അപ്പോൾ വയോധികൻ, he was old. 2, കാലസമ്പൂർണതയിൽ he was satisfied. 3, അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട്, ഗുഡ് ഓൾഡ് ഏജ്. അത് എവിടെയാണ് കോമ ഇടുന്നത് പോലെ ഇരിക്കും. ഗുഡ് ഓൾഡ് മാൻ എന്ന് പറയാമെങ്കിൽ ഗുഡ് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ട് ഒന്ന് നിർത്തിയേച്ചായിരുന്നു. നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല അനുഭവത്തിലിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ആ ഒരു അനുഭവം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മുമ്പ് കാലങ്ങളിൽ, അതായത് വാർദ്ധക്യത്തിന് മുമ്പുള്ള കാലങ്ങളിൽ നടന്നിരിക്കണം. ഈ ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പഴയ ഒരു പ്രമാണം, ലോകത്തിലുള്ള വലിയൊരു പ്രമാണം അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന്. അത് വലിയൊരു പ്രമാണമാണ്. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ അനുഗ്രഹകരമായി ജീവിച്ച് സമാധാനവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിന് അതിനു മുമ്പുള്ള ഒരു കാലയളവിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ചിലതെല്ലാം വിതയ്ക്കണം. അപ്പോൾ ചെറുപ്പകാലത്ത് സന്തോഷം വിതച്ചാൽ വാർദ്ധക്യമാകുമ്പോൾ സന്തോഷം തമ്പുരാൻ്റെ പ്രമാണമാണല്ലോ, അങ്ങനെ ഇല്ലയോ? അപ്പോൾ മുൻകാലങ്ങളിൽ സ്നേഹം വിതച്ചാൽ പിൽക്കാലങ്ങളിൽ സ്നേഹം കൊയ്യാം. അപ്പോൾ ആയുസ്സുള്ള സമയങ്ങളിൽ, അല്ലാതെ നല്ല പ്രായത്തിൽ അങ്ങനെയുള്ളതൊന്നും ചെയ്യാതെ വാർദ്ധക്യത്തിൽ പ്രതീക്ഷിക്കുന്നത് വാസ്തവത്തിൽ വിരോധാഭാസമാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ഒരു ചുമതലയുണ്ട്. ആസ് വി ലിവ്, ഇന്ന് നാം ജീവിക്കുമ്പോൾ സമാധാനവും സന്തോഷവും സ്നേഹവും ധാരാളമായി വിതയ്ക്കണം. അത് വിതച്ചാൽ കാലസമ്പൂർണതയും നല്ല പ്രായവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം തരാൻ ദൈവം വാസ്തവത്തിൽ വിശ്വസ്തൻ തന്നെയാണ്. അതുകൊണ്ട് ഓൾഡ് ഏജ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം. ഇപ്പോൾ തുടങ്ങിയെങ്കിലേ ആ കാലത്ത് നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് നോക്കാം, ഈ വാർദ്ധക്യത്തെക്കുറിച്ച് വേദപുസ്തകം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ സദൃശവാക്യം 16:31 പറഞ്ഞു, നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. എന്ന് പറഞ്ഞാൽ
നരച്ച തലയുണ്ടെങ്കിൽ ശോഭയുണ്ടെന്ന് ഉടനെ എടുക്കണ്ട. അതിന് കാരണം അതിന് ശേഷമുള്ളൊരു വാചകം കൂടെ ശ്രദ്ധിച്ചാലേ ശരിയാകത്തുള്ളൂ. അവിടെ പറഞ്ഞിട്ടുണ്ട്, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാവുന്ന. നരച്ച തല ശോഭയുള്ള കിരീടമാണ്, പക്ഷേ ദർ ഈസ് സംതിങ് ദറ്റ് വി ഹാവ് ടു ഡു ടു അറ്റൈൻ ഇറ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കാട്ടെ. നീതിയുടെ മാർഗത്തിൽ, ഗോഡ്ലി ലൈഫ് ആൻഡ് റൈച്ചസ് ലൈഫ് വിൽ ഹെൽപ്പ് യു ടു ഗെയിൻ ഇറ്റ്. ആരോ ഒരാൾ പറഞ്ഞു, ഈ വാർദ്ധക്യത്തിൽ ലഭിക്കുന്ന ബഹുമാനവും അധികാരവും ഉണ്ടെന്ന്. അത് ഈ മുമ്പേ പറഞ്ഞ പോലെ ശോഭയുള്ളൊരു കിരീടമായി അത് നമുക്ക് ലഭിച്ചാലേ അത് കിട്ടത്തുള്ളൂ, ബഹുമാനവും അതോറിറ്റി. അതിനെക്കുറിച്ചൊരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, ഈ ചെറുപ്പകാലത്ത് ലഭിക്കുന്ന സന്തോഷങ്ങളെക്കാളൊക്കെ വലുതാണിതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ദി ഓണർ ആൻഡ് ദി അതോറിറ്റി യു ഗെറ്റ് ഇൻ യുവർ ഓൾഡ് ഏജ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോഴേ നീതിയുടെ മാർഗത്തിൽ, റൈച്ചസ് ലിവിങ്, അതുകൊണ്ടത് ശോഭയുള്ളൊരു അവസരമാണ്, ശോഭിക്കാവുന്ന അവസരമാണ് വാർദ്ധക്യം. അപ്പോൾ ഇത് നമുക്ക് ദൈവം ഒരുക്കുന്ന ഒരു നല്ല സമയമാണെന്ന് നമുക്ക് ഉള്ളിൽ ഒന്ന് ചിന്തിക്കാം. ഈ ഭാഗം ഞാൻ കൂടുതൽ ഊന്നൽ നൽകി പറയുന്നത് ഞാൻ ആ കൂട്ടത്തിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആ കാലം നമുക്ക് അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ ലെറ്റ് us live a godly life. 2, ഈ വാർദ്ധക്യം പ്രയോജനമില്ലാത്ത സമയമാണെന്ന് എങ്ങോ ഒരു ധാരണയകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനല്ല. ജീവിത വഴിയിൽ പ്രയോജനമുള്ളൊരു കാലമാണ് വാർദ്ധക്യം. കാരണം അതിനൊരു പ്രത്യേക ഉപയോഗമുണ്ട്. എന്താ അതിനകത്തെ പ്രത്യേക പ്രയോജനം? അടുത്ത തലമുറയോടുള്ള ബന്ധത്തിലാണ് വാർദ്ധക്യത്തിലിരിക്കുന്നവരുടെ പ്രയോജനം. വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 78-ാം സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യം നോക്കിക്കാട്ടെ. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച്, വചനത്തോടുള്ള ബന്ധം, എഴുന്നേറ്റ് തങ്ങളോട് മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യണം. എങ്ങനെയാണ് സാധിക്കുന്നത്? വരുവാനുള്ള തലമുറയോട് പറയണം. 71-ാം സങ്കീർത്തനം വയസ്സൻ്റെ സങ്കീർത്തനം എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുകയാണ്, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗമുണ്ടല്ലോ, എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയാമോ? വാർദ്ധക്യവും നരയുള്ള കാലത്ത് ഉപേക്ഷിക്കല്ലേ തമ്പുരാനെ എന്ന്. പക്ഷെ അതിന് മുമ്പിലൊരു കാര്യമുണ്ട്. അടുത്ത തലമുറയോട് നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെ അറിയിക്കുവോളം. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ വയസ്സുകാലത്ത് നമ്മെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അടുത്ത തലമുറയോട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലതൊക്കെ പറയണം. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കും. ഹന്നായെപ്പോലെ പ്രാർത്ഥിക്കാൻ, അതായത് ഈ പ്രവാചകിയായ ഹന്നായെപ്പോലെ. വാർദ്ധക്യത്തിലായിരുന്നു കേട്ടോ, വിധവയായിരുന്നു. വാർദ്ധക്യകാലം പ്രയോജനമാണോ എന്ന് ആ സ്ത്രീയോട് ചോദിച്ചാൽ അവൾ പറയും, വളരെ പ്രയോജനമായിരുന്നു. ഇരുന്ന് പ്രാർത്ഥിച്ചു. വാർദ്ധക്യത്തിലായ ശിമയോനോട് ചോദിക്കണം, ശിമയോനെ, വാർദ്ധക്യത്തിൽ വല്ല പ്രയോജനം ഉണ്ടായോ? ഒരുപാട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാണും കേട്ടോ. ദൈവത്തിൻ്റെ പുത്രനെയും അനുഗ്രഹിച്ചു. അടുത്ത തലമുറയെ അനുഗ്രഹിക്കാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് തരികയാണ്. ഈ യാക്കോബ് ഒരുപാട് ഉഴച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വാർദ്ധക്യത്തിൽ വന്നപ്പോൾ അങ്ങ് തെളിഞ്ഞു. ഫറവോനെ പോലും അനുഗ്രഹിച്ചു. വേദപുസ്തകം പഠിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഫറവോനെ പോലും അനുഗ്രഹിച്ചു.
അപ്പോൾ എന്ത് സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? ടു ബ്ലെസ് അതേഴ്സ്. നമ്മുടെ വാക്കുകൾ പോലെ ചെറുപ്പക്കാരെ എൻകറേജ് ചെയ്യുന്ന വേറൊരു കാര്യമില്ല. അത് ആ പറയേണ്ട രീതിയിൽ ദൈവകൃപയോടെ പറയണം. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുന്ന തലമുറയോട് എൻ്റെ കർത്താവ് എത്ര നല്ലവനും വിശ്വസ്തനും, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നടത്തുന്നവനും മതിയായവനുമാണെന്ന് ശക്തമായി പറയാൻ, കൃപയോടെ പറയാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുക. സോ ഓൾഡ് ഏജ് ഈസ് എ വണ്ടർഫുൾ ഏജ്. അനേക ഭക്തന്മാർ പ്രയോജനപ്പെട്ടത് അവരുടെ ഓൾഡ് ഏജിലാണ്. ജോർജ് മുള്ളറൊക്കെ 70 കഴിഞ്ഞിട്ടാണ് പ്രസംഗ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ തമ്പുരാന് ഈ വാർദ്ധക്യത്തെക്കുറിച്ച് വലിയ താല്പര്യമുണ്ട്. 92-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ വരെ വളരെ ശരിയായിരുന്നു. 100 വർഷക്കാലം അദ്ദേഹം വിശ്വാസ ജീവിതം നയിച്ചു. ഈ അധ്യായത്തിനകത്ത് ഈ ഭക്തൻ്റെ ഒരു പോരായ്മയെ അവിടെ ചേർത്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും വിവാഹം കഴിച്ചു. ഞാൻ ആ ഭാഗം വായിക്കാതെ അങ്ങ് വിട്ടതാണ്, എങ്കിലും അത് പരാമർശിച്ചു പോകണമല്ലോ. 25-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വീണ്ടും വിവാഹം കഴിച്ചു. കെത്തൂറായ വിവാഹം കഴിച്ചു. 6 ആൺമക്കളെ കിട്ടി. സാറായുടെ കൂടെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കെത്തൂറായുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോൾ 6 ആൺമക്കൾ. അതെൻ്റെ വാർദ്ധക്യത്തിൽ സിമ്രോൻ, യോക്സാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാക്ക്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. ഈ കെത്തൂരായെക്കുറിച്ച് പറഞ്ഞിരിക്കുക 6 പേർ. ഇതിൽ 5 പേരെക്കുറിച്ച് പിന്നീട് യാതൊരു അറിവില്ല. മിദ്യാൻ എന്ന് പറയുന്ന ആ ഒരു പുത്രൻ ഒഴിച്ച് ബാക്കിയുള്ള 5 പേരെക്കുറിച്ച് ഒരറിവുമില്ല. അതിനെക്കുറിച്ച് ഈ പഠിതാക്കൾ പറയുന്നത് ഇസ്മായേലിൻ്റെ വംശത്തോട് ചേർന്ന് ഇടകലർന്ന് അതിനകത്തങ്ങ് മിക്സ് ചെയ്ത് പോയെന്നാണ് പറയുന്നത്. മിദ്യാൻ ഏതായാലും തളിർത്തു. ദൈവജനത്തിന് അനുഗ്രഹമല്ല. അതൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. 36-ാമത്തെ അധ്യായത്തിൽ ഹദാദ മിദ്യാനെ തോൽപ്പിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പത്തി. 37-ാമത്തെ അധ്യായത്തിൽ മിദ്യാന്യ കച്ചവടക്കാരാണ് യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അടിമക്കച്ചവടക്കാരുടെ കൂട്ടത്തിലാണോ എന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരടിമയെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് മിദ്യാൻ. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ മരുഭൂമിയിൽ പോയപ്പോൾ മിദ്യാൻ്റെ പുരോഹിതൻ്റെ ഒരു മകളെയാണ് വിവാഹം കഴിച്ചത്. അത് അനുഗ്രഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. കൂടുതൽ വിവരങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സംഖ്യാപുസ്തകം 23 മുതലുള്ള 23, 24, 25 വാക്യത്തിൽ ബിലയാമെന്ന് പറയുന്ന ജാതീയ പ്രവാചകൻ്റെ ആലോചനയനുസരിച്ച് മിദ്യാന്യ സ്ത്രീകളാണ് ഇസ്രയേൽ സമൂഹത്തെ വഞ്ചിക്കുകയും മലിനപ്പെടുത്തുകയും ചെയ്തത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ മിദ്യാന്യരെ ഇസ്രയേലിയരെ പീഡിപ്പിച്ച സമയത്താണ് ദൈവം ഗദയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അവരെ തോൽപ്പിച്ചു. അപ്പോൾ തൻ്റെ വാർദ്ധക്യകാലത്തുണ്ടായ ഈ പുത്രൻ അനുഗ്രഹമായില്ല എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. ശ്രദ്ധയോടെ ജീവിക്കേണ്ട കാലമാണ് വാർദ്ധക്യകാലം എന്ന് അബ്രഹാമിനെ പോലെയുള്ള ബന്ധങ്ങളിലേക്ക് പോയില്ലെങ്കിലും ദൈവജനത്തിന് അനുഗ്രഹമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകാതിരിപ്പാൻ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് അതിൻ്റെ ആദ്യ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. ഇനി നോക്കിക്കാട്ടെ,
അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണല്ലോ നാം പഠിക്കുന്നത്. മരണത്തിന് വേണ്ടി ഒരുങ്ങിയൊരു മനുഷ്യനാണ്, പ്രിപ്പയർഡ് ഫോർ ഡെത്ത്. ഇതിനു നമ്മെ ഒരുക്കിയിരിക്കുന്നത് ഈ 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിന് ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണിയല്ലാത്ത നിത്യഭവനം കിട്ടുന്ന ആ എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോസ്തലനായ പൗലോസ്. ഇതിനെ അവസാനം പറഞ്ഞിരിക്കുക, ഇതിനായി നമ്മെ ഒരുക്കിയിരിക്കുന്നത് പ്രിപ്പയേഴ്സ് അസ്. അബ്രഹാം ഒരുങ്ങി. ഒന്നാമത് നോക്കിക്കാട്ടെ, അബ്രഹാം ഒരുങ്ങിയത് ഇങ്ങനെയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതൊക്കെ മുൻകൂർ നൽകി. അബ്രഹാമിനുണ്ടായിരുന്ന മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. വെപ്പാട്ടികളുടെ മക്കൾക്ക് അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. എപ്പോൾ കൊടുത്തെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ, 25-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ. പോയി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ അനുവദിച്ചില്ല. അതിനൊക്കെ മുമ്പ് തന്നെ ജീവനോടിരിക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ടത് എന്താണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് കരുതി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. താൻ പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കരുതൽ വേണമെന്ന് ചിന്തിച്ച് തനിക്കുള്ളതിനനുസരിച്ച്, അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇല്ല, തനിക്കുള്ളതിനനുസരിച്ച് വെപ്പാട്ടികളുടെ മക്കൾക്ക് ദാനങ്ങളെ കൊടുത്തു. അതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അവരെ പറഞ്ഞ് അയച്ചു. ഇനി നോക്കിക്കാട്ടെ, അബ്രഹാമിൻ്റെ സമ്പത്തൊക്കെ ഇസ്ഹാക്കിന് കൊടുത്തു. എന്നാൽ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ജീവനോടിരിക്കുമ്പോൾ തന്നെ വെപ്പാട്ടികളുടെ മക്കളെ, അതായത് തൻ്റെ വാഗ്ദത്ത സന്തതി ഒഴിച്ചുള്ള മക്കളെ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിൻ്റെ വിവേകമാണ് നാം അവിടെ കാണുന്നത്. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ 21-ാമത്തെ അധ്യായത്തിൽ ദൈവം വാഗ്ദത്തത്തിൻ്റെ സന്തതി വളരുവാൻ വേണ്ടി ദാസിയുടെ സന്തതിയെ പുറത്തയക്കണം എന്ന് ദൈവം പറഞ്ഞ വാക്ക് ഓർത്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവരെ ദൂരത്താക്കി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അത് ദൈവത്തിൻ്റെ പ്രമാണമായിരുന്നു. ഇറ്റ് വാസ് ഗോഡ്സ് വിൽ. ഇതിനകത്ത് ദൈവിക നീതിയുണ്ടോ എന്ന് മാനുഷിക ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വാദിക്കാനൊക്കെ കഴിയും. 2 കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ ചിന്തിക്കാൻ കഴിയും. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് അബ്രഹാം പറയുന്നുണ്ട്, എനിക്കിനി അവകാശിയായിട്ട് ഇനിയും ഉള്ളത് എലിയാസറേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ, എലിയാസർ നിനക്ക് അവകാശിയാകത്തില്ല, ഞാൻ നിനക്കൊരു പൈതലിനെ തരും, സാറായിൽ നിന്നൊരു പൈതൽ, അവൻ നിൻ്റെ അവകാശിയായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ വാക്ക് അബ്രഹാം ഓർത്തു. തനിക്കുള്ളതിനൊക്കെയും അദ്ദേഹം ഇസഹാക്കിന് കൊടുത്തു. ഇസഹാക്കിനെ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് വേർതിരിച്ചു. ജഡത്തെ കാർണൽ ആൻഡ് ദ സ്പിരിച്വൽ എന്ന് നമുക്കതിനെക്കുറിച്ച് ആത്മീകമായി ചിന്തിക്കാം. ജഡീകമായിട്ടുള്ളതിനെയും ആത്മീകമായിട്ടുള്ളതിനെയും വേർതിരിച്ച് വെക്കുക എന്നുള്ള ദൈവിക പ്രമാണം അബ്രഹാം സ്വീകരിച്ചു. ഇനി നോക്കിക്കാട്ടെ അബ്രഹാമിൻ്റെ മരണം. അപ്പോൾ അബ്രഹാം മരണത്തിനായി താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഒരുങ്ങി. ഈ പ്രിപ്പയർഡ്. 2, അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ട്, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു. ഗേവ് അപ്പ് ഹിസ് ഗോസ്റ്റ്. ആ പ്രയോഗത്തിൽ നാം മനസ്സിലാക്കേണ്ടത് വളരെ ശാന്തമായി തൻ്റെ ജീവനെ വിട്ടു എന്നുള്ളതാണ്. എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വിശ്വാസവീരന്മാർ, പ്രത്യേകിച്ച് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞു അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന്. ആ വിശ്വാസത്തിലുള്ള മരണത്തിൻ്റെ ഒരു ചെറിയ ദൃശ്യമാണ് അവിടെ. തൻ്റെ സമയമായപ്പോൾ അവൻ തൻ്റെ പ്രാണനെ വിട്ടു.
പ്രാണനെ വിട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ജനത്തോട് അവൻ ചേർന്നു. തനിക്ക് മുമ്പേ പോയിട്ടുള്ള തൻ്റെ പിതാക്കന്മാരോട് താൻ ചേർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം ശവസംസ്കാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 9-ാമത്തെ വാക്യത്തിൽ. ഇസ്ഹാക്കും ഇസ്മായിലും കൂടെ മമ്രയ്ക്കരികെ സോഹറിൻ്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യൻ്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അപ്പോൾ ഒരുങ്ങി ശാന്തമായി തൻ്റെ ജീവനെ, തൻ്റെ പ്രാണനെ വിട്ടു. മക്കൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുക്കപ്പെട്ട സ്ഥലത്ത് അടക്കി. നല്ല ഒരനുഭവം. എന്നാൽ അതിന് ശേഷം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസാനിച്ചില്ല. 25:11 നോക്കിക്കാട്ടെ. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവൻ്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അപ്പോൾ പോകുക മാത്രമല്ല, ഒരു അനുഗ്രഹം ശേഷിപ്പിച്ചു. ഹി ലെഫ്റ്റ് എ ബ്ലെസ്സിങ്. ദൈവമക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യപദവിയാണ്. ഒരുപാട് ധനം കൊടുക്കാനൊന്നും കയ്യിൽ കാണുകയില്ലായിരിക്കും. ബട്ട് വി ക്യാൻ ലീവ് എ ബ്ലെസ്സിങ് ടു ദ ജനറേഷൻ. ഈ ആയുസ് നമുക്ക് എന്നേക്കുമില്ല. ഒരു ദിവസം യാത്ര പറയണം. അത് ശാന്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രാണനെ വിട്ട് ജനത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരുന്നു. എന്നാൽ അതിന് ശേഷം പിന്നെ എവറിത്തിങ് ഈസ് ഓവർ. വാട്ട് ഡു വി ലീവ് ബിഹൈൻഡ്? എന്താണ് നമ്മൾ ഇട്ടേച്ചു പോകുന്നത്? ഒരനുഗ്രഹം. അബ്രഹാം മരിച്ച ശേഷം ദൈവം തൻ്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. എന്താ ഇട്ടിട്ട് പോയ അനുഗ്രഹം? ഏതാനും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഒന്ന്, പിന്നീട് വരുന്ന എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ ജീവിതത്തിനൊരു മാതൃക ഇട്ടിട്ട് പോയി. എ മോഡൽ ടു ഫോളോ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും നമുക്ക് അനുകരിക്കാൻ ഏറ്റവും നല്ല മാതൃക. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ വീഴ്ചകൾ, ബലഹീനതകൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം, സഹോദരനോടുള്ള ബന്ധത്തിൽ, സമ്പത്തിനോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളുടെ നടുവിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള ബന്ധത്തിൽ എങ്ങനെ ജീവിക്കണമെന്നൊരു നല്ല മാതൃക, ഗുഡ് മോഡൽ ടു ഫോളോ. 2, തന്നിൽ കൂടെ ഒരു ദൈവജനത്തെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചു. ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ കഴിയുന്നില്ലെങ്കിൽ തന്നെ ഒരു പ്രത്യേക ജനം തന്നെയാണ് അവർ. വെരി സ്പെഷ്യൽ പീപ്പിൾ. 3, ദൈവം തൻ്റെ പുത്രനെ ആ വംശാവലിയിൽ നൽകുവാൻ ദൈവത്തിന് പ്രസാദമായി. ഗ്രേറ്റ് ബ്ലെസ്സിങ്. അബ്രഹാം വലിയൊരു അനുഗ്രഹമാണ് ശേഷിപ്പിച്ചിട്ട് പോയത്. അപ്പോൾ അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ചും അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള അനുഗ്രഹവും നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് എങ്ങനെ അനുഭവമാകുന്നേ? ഒറ്റ കാര്യമാണ് അതിൻ്റെ രഹസ്യം. ഹിസ് ലൈഫ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ ജീവിതത്തിൻ്റെ അനന്തരഫലമാണ് നാം ഇതുവരെ കേട്ട അനുഗ്രഹങ്ങളെല്ലാം തന്നെ. ദൈവത്തോടുള്ള ബന്ധത്തിലും വിശ്വാസത്തിലും ഭക്തിയിലും എ ഗോഡ്ലി ലൈഫ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ജീവിതം നാം പറയുമല്ലോ. നല്ല തികഞ്ഞ വിശ്വാസ ജീവിതത്തിൻ്റെ അനന്തരഫലമാണ് അബ്രഹാമിൻ്റെ അന്ത്യനാളിൽ നാം കാണുന്നത്. അനുഗ്രഹത്തിൽ അവസാനിക്കും. നമുക്ക് അബ്രഹാമിൻ്റെ അങ്ങനെയാണെങ്കിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് വേഗത്തിലൊന്ന് നോക്കാം. അതാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഹിസ് ലൈഫ് ഓഫ് ഫെയ്ത്ത്. ഉൽപ്പത്തി പുസ്തകം 11-ന്റെ അവസാനം മുതൽ 25-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെയുള്ള അബ്രഹാമിൻ്റെ നീണ്ട 100 വർഷത്തെ വിശ്വാസ ജീവിതം എബ്രായ ലേഖകൻ 11-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ
സംക്ഷിപ്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 100 വർഷത്തെ ആ വിശ്വാസ ജീവിതത്തിൻ്റെ ആ ഒരു സംക്ഷിപ്ത രൂപം ഹീബ്രൂസ് 11:8-16 തന്നിട്ടുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം എവിടെയാണ് ആരംഭിച്ചത്? കൽദേയരുടെ ഊരിൽ നിന്നാണ് വിളിച്ചു ചേർക്കപ്പെട്ടത്. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അബ്രഹാമിൻ്റെ രൂപാന്തരം, കൺവേർഷൻ എന്ന് നമ്മൾ പറയത്തില്ലയോ? കാരണം അദ്ദേഹം അന്യദൈവങ്ങളെ സേവിച്ചു പോകുന്ന പിതാക്കന്മാരുടെ സന്തതിയാണ്. അതിന് സംശയിക്കേണ്ട. അത് യോശുവയുടെ പുസ്തകം 24:2 പറഞ്ഞിട്ടുണ്ട്. അന്യദൈവങ്ങളെ സേവിച്ച പിതാക്കന്മാരുടെ പുത്രനായിരുന്നു അബ്രഹാം. അപ്പോൾ അദ്ദേഹം വിശ്വാസ ജീവിതത്തിലേക്ക് വരാൻ കാരണം അദ്ദേഹത്തിന് എവിടെയോ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ആ ജനത്തിൻ്റെ നടുവിൽ നിന്നുണ്ടായി, കൺവേർഷൻ. അതിന് കാരണം എന്താണെന്ന് അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവ് നടന്ന കാര്യമാണ്. ദൈവമാണ് അതിന് ആരംഭം കുറിച്ചത്. ആ ഒരു പ്രത്യക്ഷത വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഏതോ ഒരു നേട്ടമല്ല, ഗോഡ് റിവീൽഡ് ഹിംസെൽഫ്. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദൈവമക്കൾ എപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തമ്പുരാൻ പ്രകാശിപ്പിച്ച് യേശു ക്രിസ്തുവിലുള്ള രക്ഷയുടെ മഹത്വം കാണാൻ കർത്താവ് ഭാഗ്യം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോളണം. അത് തനിക്കുണ്ടായി. ഇപ്പോൾ കൺവേർഷൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാർ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ യോശുവയുടെ പുസ്തകം 24:2 അന്യദൈവങ്ങളെ സേവിച്ച് നദിക്കക്കരെ പാർത്തവരായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് തമ്പുരാൻ ഒരു വെളിപ്പാടുണ്ടാക്കി. എന്നാൽ ആ വെളിപ്പാടിന് താൻ കീഴ്പ്പെട്ടു. 12-ാമത്തെ അധ്യായം ഉൽപ്പത്തി 12:1 അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചാൽ മതി, പുറപ്പെട്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. പ്രത്യക്ഷത കിട്ടി, വെളിപ്പാട് കിട്ടി, അകം പ്രകാശിച്ചു. ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ഒന്നാമത്തെ ചുവട്, ഫസ്റ്റ് സ്റ്റെപ്പ്. ആത്മീയ ജീവിതത്തിനെല്ലാം ഒരു ഒന്നാമത്തെ ചുവടുണ്ടാകണമല്ലോ. 100 വർഷത്തെ വിശ്വാസ ജീവിതമായാലും അതിനാരംഭത്തിൽ ഒരു പടി ഉണ്ടാകണം. അത് തൻ്റെ ഭക്തനുണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ലോങ് ജേർണി സ്റ്റാർട്ട്സ് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ തൻ്റെ ആ നടപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. ഹിസ് വാക്ക് 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഈ യാത്ര അനുഗ്രഹത്തിലേക്കുള്ള യാത്രയാണ്. യു ആർ വാക്കിംഗ് ഇൻ ടു ബ്ലെസ്സിങ്. നീ ഇപ്പോൾ പോകുന്ന യാത്ര നിന്നെ വലിയവനാക്കുന്ന യാത്രയാണ്. യു ആർ ഗോയിങ് ടു ബി ഗ്രേറ്റ്. അപ്പോൾ ദൈവം അവന് കൊടുത്ത ആ വെളിയുടെ വെളിച്ചത്തിൽ എടുത്ത ഒന്നാമത്തെ തീരുമാനം, ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നാൽ ഇതിന് മുൻകൂർ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നിച്ച് ചേർന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിച്ചാലേ ഒക്കത്തുള്ളൂ. 15-ാമത്തെ അധ്യായത്തിൽ അത് വർണ്ണിച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഗോഡ് റെക്കൺസൈൽഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയായിരുന്നു. അപ്പോൾ തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ ചുവടെടുക്കാൻ ദൈവം തന്നെ സഹായിച്ചു. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ പടിയാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഇത്രയുമേ നമുക്ക് തൻ്റെ രൂപാന്തരത്തെക്കുറിച്ച്, തൻ്റെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ തന്നിട്ടുള്ളൂ. വളരെ ലിമിറ്റഡായിട്ടാണ് കൺവേർഷനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം, തൻ്റെ മാനസാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവത്തെക്കുറിച്ച് ദീർഘമായി പറഞ്ഞിട്ടില്ലെങ്കിലും മാനസാന്തരപ്പെട്ടെന്നുള്ള തെളിവിനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ ഡ്രമാറ്റിക് മാനസാന്തരം ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ മാനസാന്തരപ്പെട്ടതിനുള്ള തെളിവ്
ജീവിതത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ വരച്ച് കാട്ടാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അബ്രഹാമിന് ഈ പൗലോസിനെ പോലെ വലിയ രൂപാന്തരത്തിൻ്റെ വലിയ ഡ്രമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും അബ്രഹാമിനുണ്ടായില്ല. പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തെ നോക്കിയാൽ ഇതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്ന, ഇതുപോലെ ദൈവത്തെ വിശ്വസിക്കുന്ന, ഇതുപോലെ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തൻ. ബിക്കോസ് ഹി വാസ് ട്രാൻസ്ഫോംഡ്. അവൻ രൂപാന്തരപ്പെട്ടവനായിരുന്നു. ഇനി നോക്കിക്കാട്ടെ എന്താണ് ആ 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ചില തെളിവ്. ഒന്ന്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടിയിരുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടവരെ അനുസരിച്ചു. അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ തെളിവ് അനുസരണം. 11:8 വളരെ വ്യക്തമായി വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. നമ്മൾ പഠിച്ച അധ്യായങ്ങളൊക്കെ ഒന്ന് ശോധന ചെയ്താൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. ഒരനുസരണമല്ല, കണ്ടിന്യൂസ് അനുസരണമായിരുന്നു. വിട്ടുപിരിയാനൊരനുസരണം, വിട്ട് കളയാനൊരനുസരണം, മറ്റുള്ളവർക്ക് വേണ്ടി കീഴ്പ്പെട്ട് കൊടുക്കാനുള്ളൊരു അനുസരണം, തമ്പുരാന് വേണ്ടി ഏറ്റവും നല്ലത് കൊടുക്കാനുള്ള അനുസരണം, കണ്ടിന്യൂസ് അനുസരണം. അപ്പോൾ നമ്മൾ വിശ്വാസ ജീവിതത്തിലാണോ എന്നറിയാനേ ഒരുപാട് ശോധന ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ദൈവികമായിട്ടുള്ള വാക്കുകൾക്കും പ്രമാണങ്ങൾക്കും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും നിരന്തരം കീഴ്പ്പെട്ടു പോകുന്ന സ്വഭാവമാണോ നമ്മുടേതെന്ന് നോക്കിച്ചാൽ മതി. ലൈഫ് ഓഫ് കോൺസ്റ്റൻറ്റ് ഒബീഡിയൻസ്. ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആ അനുസരണത്തിൽ ജീവിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായെങ്കിൽ തീർച്ചയാണ് വി ആർ ട്രാൻസ്ഫോംഡ്. ഈ അനുസരണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കൽപ്പന വന്നപ്പോഴും അനുസരിച്ചു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അതായത് സ്ട്രേഞ്ച് ഓർഡേഴ്സ്, അതാണ്. അതിനകത്തൊരു വ്യക്തതയേ ഇല്ല. അനുസരിച്ചു. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ എത്ര വലുതാണ് നമുക്ക് മനസ്സിലാകുന്നത് അഗോചരമാണല്ലേ. ഏബ്രഹാം ഒബേഡ് ഈവൻ വെൻ ദ ഓർഡേഴ്സ് വർ വെരി സ്ട്രേഞ്ച് ടു ഹിസ് ബ്രെയിൻ. തൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും വളരെ വിചിത്രമെന്ന് തോന്നിയ കൽപ്പനകൾ പോലും അബ്രഹാം അനുസരിച്ചു. 2, ചിലവ് ചെയ്യേണ്ട കൽപ്പനകൾ വന്നപ്പോൾ അനുസരിച്ചു. ലോകത്തിൻ്റെ പ്രമാണം അനുസരിച്ചാൽ നഷ്ടപ്പെടുന്ന അനുഭവം അത് ലോകത്തിൻ്റെ ഒരു വഴിയിലുള്ള കാര്യമേ അല്ല. ദൈവത്തെ അനുസരിച്ചു. ഒന്നാമത്തെ സൈൻ ഓഫ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്, രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ ഒന്നാമത്തെ തെളിവ് ദൈവത്തെ അനുസരിച്ചുള്ളൊരു ജീവിതം. 2, പരദേശിയായിട്ടുള്ളൊരു ജീവിതം. വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്തേക്ക് ഒരു അന്യദേശത്തെന്ന പോലെ 9-ാം വാക്യം 8-9 പറഞ്ഞിരിക്കുകയാണ്. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് തൻ്റെ പരദേശ ജീവിതത്തിന് 2 തെളിവ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ലൈഫ് സ്റ്റൈൽ ഓഫ് എ പിൽഗ്രിം. 2, കൺഫെഷൻ ഓഫ് എ പിൽഗ്രിം. അതായത് ഒരു പരദേശിയുടെ ജീവിതശൈലി. 2, പരദേശിയുടെ ഒരു ഏറ്റുപറച്ചിൽ. പരദേശിയുടെ ഒരു ദർശനം കൂടെ അതിനകത്തുണ്ട്. ഞാനൊന്ന് 3 കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കും. 1, വിശ്വാസ ജീവിതത്തിലാണെന്നുള്ളതിൻ്റെ 2-ാമത്തെ തെളിവ് ഈ ലോകത്തിൽ അന്യനും പരദേശിയുമായുള്ളൊരു ജീവിത ശൈലി. അബ്രഹാമിൻ്റെ ജീവിതത്തെ നോക്കിയാൽ അത് വളരെ വ്യക്തമായി കാണാൻ. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അതിൻ്റെ അർത്ഥം ഒന്നും തനിക്ക് പെർമനൻ്റ് അല്ല, എവിടെയും കുറ്റി ഉറപ്പിച്ചിട്ടില്ല.
പെർമനൻറ്റ് റെസിഡൻസ് അല്ല. ഇന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ലോകത്തോടും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളതിനോടുമുള്ള മനോഭാവം, ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, അറ്റാച്ച്ഡ് വിത്ത് എ ഡിറ്റാച്ച്മെൻറ്റ്. അതാണ് പരദേശ ജീവിതശൈലി. ചിലതിനോടൊക്കെ നമുക്കുള്ള ചില കാര്യങ്ങളോടൊക്കെ നമ്മൾ അറ്റാച്ച്ഡാണ്, പക്ഷേ ആന്തരികമായി അതിനോട് ഡിറ്റാച്ച്ഡുമാണ്. ഗിവ് അപ്പ് ചെയ്യാനൊന്നും ഒരു പ്രയാസമില്ല. പരദേശ ജീവിത ശൈലി അതുണ്ടാകാനൊരു കാരണം 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള പട്ടണത്തെക്കുറിച്ചുള്ള ആ ദർശനം. അതുകൂടി വരാമെങ്കിൽ ഇവിടോട്ടുള്ള ഉണ്ടല്ലോ നമ്മുടെ ആഴത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും. ഈ അറ്റാച്ച്മെൻറ്റ് കൂടുന്നത് അവിടെയുള്ള ദർശനം കുറയുമ്പോഴാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവ തേജസ് വിചാരിച്ചാൽ ആ തേജസ്സിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ദൈവശില്പിയായി നിർമ്മിച്ചു. 3, അദ്ദേഹം പരദേശിയാണെന്ന് കോൺസ്റ്റൻ്റായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. നോക്കിക്കാട്ടെ, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഏറ്റുപറച്ചിൽ. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ കൂടെ ഈ ലോകത്തിൽ നാം പരദേശിയാണെന്നുള്ളത് വെളിപ്പെടണം. ആ പരദേശിയാണെന്നും ഒന്നും നമ്മൾ പറയുകയല്ല, നമ്മുടെ സംസാരത്തിൽ കൂടെ ലോകത്തിന് കിട്ടേണ്ട ഒരു മെസ്സേജുണ്ട്. ഹി നോസ്, ദിസ് മാൻ നോസ് ഈസ് എ പിൽഗ്രിം. പഴയകാലത്ത് ഭക്തന്മാർ നമുക്ക് പാട്ടൊക്കെ എഴുതി തന്നിട്ടുണ്ട്, പരദേശികൾ നാം ഭാഗ്യശാലികളെന്ന് പാടിക്കൊണ്ട് നടക്കുന്നു. പക്ഷേ അത് അങ്ങനെ ആ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ പീപ്പിൾ മസ്റ്റ് നോ ദാറ്റ് വി ആർ പിൽഗ്രിംസ്. വിശ്വാസ ജീവിതത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു തെളിവാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ളതിനോടൊക്കെ തമ്പുരാനൊന്ന് ഇടപെടുമ്പോൾ അതിനോടുള്ള പ്രതികരണം നോക്കിയാലേ അറിയത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിനോടൊന്നും അറ്റാച്ച്ഡ് അല്ല എന്ന് തോന്നിയാലും തൊട്ട് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്തുമാത്രം അറ്റാച്ച്മെൻ്റ് അതിനുണ്ടായിരുന്നെന്ന്. എബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു വന്നു. ഒരിക്കൽ മമ്രയുടെ തോപ്പിൽ ദൂതന്മാർ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടത് എവിടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 18:1 ഉൽപ്പത്തി 18:1 കൂടാരവാതിൽക്കൽ അവൻ ഇരിക്കുകയായിരുന്നു. ഇത്രയും ധനമുള്ളൊരു മനുഷ്യൻ വാസ് ലിവിങ് ലൈക്ക് ദാറ്റ്. ലൈഫ് സ്റ്റൈൽ ഓഫ് എ പിൽഗ്രിം. 3, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. അപ്പോൾ വിശ്വാസ ജീവിതത്തിന് 3 തെളിവാണ് പറഞ്ഞ്. തുടർമാനമായുള്ള അനുസരണം. 2, ലോകത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും നമ്മുടെ ഉള്ളിലും ഈ ലോകത്തിൽ പരദേശിയാണെന്നുള്ള രീതിയിൽ ജീവിക്കുന്ന അനുഭവം. 3, പൂർണ്ണമായി ദൈവത്തിലുള്ള ഉറപ്പും വിശ്വാസവും. അതറിഞ്ഞത് തൻ്റെ ഏകപുത്രനെ യാഗം കഴിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ യാഗം അർപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് ഉച്ചയ്ക്കൊന്ന് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അബ്രഹാമിന് 3 കാഴ്ചപ്പാടുണ്ടായിരുന്നു. 1, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അപ്പോൾ ഗോഡ് ഓഫ് പ്രോമിസ് തൻ്റെ ഹൃദയത്തിനകത്ത്, ദൈവവും ദൈവത്തിൻ്റെ വാഗ്ദത്വവും തൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം. 2, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. 11ാമത്തെ അധ്യായത്തിൽ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. 1, പ്രോമിസസ് ഓഫ് ഗോഡ്. 2, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. 11:19 മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാൻ അവൻ ശക്തനെന്ന് ഉറച്ചെന്ന്. ദാറ്റ് ഗോഡ് ഈസ് ഏബിൾ. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ഉറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ മേന്മ, അതിൻ്റെ ആ ശ്രേഷ്ഠത, ഗോഡ്സ് പ്രോമിസസ് തൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. 2,
എൻ്റെ ദൈവം വിശ്വസ്തനാണ്. 3, എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ഈ കുഞ്ഞിനെ യാഗമർപ്പിക്കാൻ പറഞ്ഞാൽ ഈ ചാരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് അവൻ, ഇബ്രായലേഖൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ലൈഫ് സ്റ്റൈൽ ഓഫ് ട്രസ്റ്റ്. അപ്പോൾ ഞാനിത് വിട്ട് മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങൾ, വിശ്വാസ ജീവിതത്തിൻ്റെ 3 പ്രത്യേക തെളിവുകൾ. 1, തുടർമാനമായുള്ള അനുസരണം. 2, അന്യനും പരദേശിയുമായുള്ള ഒരു ജീവിത ശൈലി. 3, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം. 4, പ്രത്യാശ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പട്ടണം. അതിന് കാത്തിരുന്നു. അതിനെക്കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധികം നല്ലത്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യാശ നോക്കിക്കാട്ടെ, അധികം നല്ലത്, സ്വർഗീയമായതിനെ. ദൈവം അവർക്കൊരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. 16-ാമത്തെ വാക്യത്തിൽ, എബ്രായർ 11. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ മരണത്തോട് അടുക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലുള്ള പ്രത്യാശ, അധികം നല്ലത്, ദൈവം ഒരുക്കിയിരിക്കുന്ന നഗരം, ഫാർ ബെറ്റർ. ഈ ഒരു വിശ്വാസ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം കാഴ്ചവെച്ചു. ഇതുകൊണ്ടാണ് അബ്രഹാമിന് വലിയൊരു സാക്ഷ്യം ലഭിച്ചത്. ഈ വിശ്വാസ ജീവിതം താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തനിക്ക് ലഭിച്ച 2 അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1, താൻ അറിയപ്പെട്ടത് 2 രീതിയിലാണ്. 1, യാക്കോബിൻ്റെ ലേഖനം 2:23 നാം വായിക്കുന്നത്, അവൻ ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്ത് എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ഫ്രണ്ട് ഓഫ് ഗോഡ്. അപ്പോൾ വിശ്വാസ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ചൊരു പേരാ ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഉൽപ്പത്തി 23:5-6 നാട്ടുകാർ ഹിത്യർ പറഞ്ഞത് ഇപ്രകാരമാണ്, നീ ഞങ്ങളുടെ ഇടയിൽ, യജമാനനെ എന്നാണ് വിളിക്കുന്നത് കേട്ടോ, പരദേശിയായി വിളിക്കുന്നത്. പരദേശിയെ സാധാരണ ആ ബഹുമാനത്തോടെ വിളിക്കാറില്ല. പരദേശിയായി പാർക്കുന്നവനെ വിളിക്കുകയാണ് യജമാനനെ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭു, ദൈവത്തോടുകൂടെ സഹവസിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ. 2, ദൈവത്തിൻ്റെ പ്രഭു, എ മാൻ ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലുള്ളവൻ. വിശ്വാസ ജീവിതത്തിന് വലിയ പ്രതിഫലമാണ് ദൈവമക്കളെ. ഈ ലോകത്തിൽ ഇഫ് യു റിയലി ലിവ് എ ലൈഫ് ഓഫ് ഫെയ്ത്ത് ഇൻ ഗോഡ്, അനുസരണത്തിൽ, ഈ ലോകത്തോട് അറ്റാച്ച്ഡായിട്ടല്ലാത്തൊരു ജീവിതത്തിൽ, ദൈവത്തിലുള്ള ആശ്രയത്തിൽ, കണ്ണ് നിറഞ്ഞ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചാൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതത്തിനൊരു പ്രതിഫലമുണ്ട്. എ ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തോടുകൂടെ സഹവസിക്കുന്നവൻ, ദൈവത്തെ പോലുള്ള ദൈവത്തിൻ്റെ പ്രഭു. ഏറ്റവും ഉപരിയായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം തൻ്റെ പ്രാണനെ വിട്ട് ദൈവത്തിൻ്റെ ജനത്തോട് ചേർന്നു. എ ബ്ലെസ്സഡ് മാൻ. നമുക്ക് അനുകരിക്കാൻ ഒരു മാതൃക തന്നു. ലോകത്തിലൊരു ശ്രേഷ്ഠ ജാതിയെ ശേഷിപ്പിച്ചു. ലോകത്തെ അനുഗ്രഹിക്കുന്ന ദൈവപുത്രനെ തൻ്റെ ജീവിതത്തിൽ കൂടെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. ഇറ്റ് പ്ലീസ് ദ ലോർഡ്. എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനം? കർത്താവ്, എൻ്റെ ആയുസ്, ഐ വോണ്ട് ടു ലിവ് എ ലൈഫ് ഓഫ് ഫെയ്ത്ത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ജീവിക്കുന്നത് നാം പറയുമല്ലോ, പക്ഷേ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ലൈഫ്.
ബ്ലെസ്സഡ് ലൈഫ്. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരികയില്ല. ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി മിസറബിൾ ഇയേഴ്സ്, ഇറ്റ് വിൽ ബി ബ്ലെസ്സഡ് ഇയേഴ്സ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ ആരോഗ്യം ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെയുള്ളൊരു ഒരു 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 വാചകം എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടാൻ എനിക്ക് പറയാനുള്ള അധികാരമില്ല. കാരണം വിവിധ ആളുകളാണ് ശ്രദ്ധിക്കുന്നത്. ഒരു കാര്യം വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം. ദൈവത്തോടുള്ള ബന്ധത്തിലും അനുസരണത്തിലും പരദേശിയായി സ്വർഗീയ ദർശനത്തിന് വിധേയമായി വിളിച്ച ദൈവത്തെ വിശ്വസിച്ച് അവൻ ശക്തനെന്നുറച്ച് ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിച്ചാൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ തമ്പുരാൻ ആ വാർദ്ധക്യം അനുഗ്രഹകരമായി ജീവിപ്പാൻ, അബ്രഹാമിനെ പോലെ ജീവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കും. അതിൻ്റെ അവസാനത്തിൽ നിത്യതയിലേക്ക് സമാധാനത്തിൻ്റെ മക്കൾക്കുള്ള നല്ല അവസാനം തന്ന് നിത്യതയിലേക്ക് കടത്താൻ നമ്മുടെ കർത്താവിന് കഴിയും. വാട്ട് എ ഗ്ലോറിയസ് ഹോപ്പ്! ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവം തന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.